മുത്തലാഖ് മൗലികാവകാശങ്ങളുടെ ലംഘനമാണെന്ന് സീതാറാം യെച്ചൂരി. മുത്തലാഖിന്റെ പേരിൽ ഏകീകൃത സിവിൽ നിയമം അടിച്ചേൽപ്പിക്കരുത്, ദളിതരെയും ന്യൂനപക്ഷങ്ങളെയും ആക്രമിക്കുന്നതാണ് കേന്ദ്ര നയമെന്നും യെച്ചൂരി പറഞ്ഞു. പുന്നപ്ര വയലാർ വാരാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോളിനെ ഹൈക്കോടതി അഡ്വക്കേറ്റ് അസോസിയേഷനിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. സാലി മുഹമ്മദ് നൽകും വിവരങ്ങൾ. സാലി, മാധ്യമങ്ങളെ അനുകൂലിച്ച് സംസാരിച്ചു എന്ന ഒറ്റ കാരണത്താലാണോ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്? അഭിഭാഷക തർക്കത്തിൽ മാധ്യമപ്രവർത്തകർക്കൊപ്പം നിന്നതിനാണ് ഇപ്പോൾ അഭിഭാഷക സംഘടനയിൽ നിന്ന് സെബാസ്റ്റ്യൻ പോളിന് അച്ചടക്ക നടപടി നേരിടേണ്ടി വന്നിരിക്കുന്നതെന്ന് പറയാം. ഇന്ന് ചേർന്ന ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് യോഗത്തിന്റേതാണ് തീരുമാനം. തൽക്കാലം സസ്പെൻഡ് ചെയ്യാനാണ്, തുടർ നടപടികൾ അച്ചടക്ക സമിതിക്ക് വിടാനുമാണ് ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ജുഡീഷ്യറിക്കും അഭിഭാഷക സമൂഹത്തിനുമെതിരെ സെബാസ്റ്റ്യൻ പോൾ നടത്തിയ പ്രസംഗമാണ് നടപടിക്ക് കാരണമെന്ന് ഈ നടപടി നോട്ടീസിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടത്തിയ പ്രസംഗത്തിൽ അഭിഭാഷകരുടെ അക്രമത്തെയും നടപടികളെയും ചില ജഡ്ജിമാരെയും അദ്ദേഹം വിമർശിച്ചിരുന്നു. ഒടുവിൽ ഇതാണ് അഭിഭാഷക സംഘടനയുടെ പ്രകോപനത്തിന് കാരണം എന്ന് കരുതുന്നു. മുൻപ് ഇത്തരത്തിൽ ഈ പ്രശ്നങ്ങളുടെ തുടക്കത്തിൽ ഇത്തരത്തിലൊരു നോട്ടീസ് അദ്ദേഹത്തിന് അച്ചടക്ക നടപടിയുടെ ഭാഗമായി നോട്ടീസ് നൽകിയിരുന്നു. ഈ നോട്ടീസ് ലഭിച്ചതിന് ശേഷവും ഇത്തരം പ്രവർത്തികൾ സെബാസ്റ്റ്യൻ പോൾ തുടർന്ന സാഹചര്യത്തിലാണ് അച്ചടക്ക നടപടി എന്നാണ് സംഘടന വിശദീകരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ അഭിഭാഷകർ നടത്തിയ അക്രമങ്ങളെയൊക്കെ തുറന്നു തീർക്കുന്ന സമീപനമാണ് സെബാസ്റ്റ്യൻ പോൾ സ്വീകരിച്ചത്. അതാണ് ഇപ്പോൾ നടപടിക്ക് കാരണം എന്ന് വിവക്ഷിക്കാം. ശരി, സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ഹർത്താൽ ദിനത്തിൽ പാലക്കാട് ഒറ്റപ്പാലത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ വെട്ടാൻ RSS പ്രവർത്തകർ മാരകായുധങ്ങളുമായി വരുന്ന ദൃശ്യങ്ങൾ പീപ്പിൾ TV പുറത്തുവിട്ടു. മുഖംമൂടി ധരിച്ചാണ് RSSകാർ എത്തുന്നത്. പ്രവർത്തകരുടെ കയ്യിൽ വടിവാളും മറ്റു മാരകായുധങ്ങളും വ്യക്തമായി കാണാം. അന്ന് 3 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് വെട്ടേറ്റിരുന്നു. സംഭവസ്ഥലത്ത് കൊലവിളിയുമായി നിൽക്കുന്ന RSSകാരുടെ ദൃശ്യങ്ങളാണ് പീപ്പിൾ TV പുറത്തുവിട്ടത്. ഹർത്താൽ ദിനത്തിൽ പാലക്കാട് ഒറ്റപ്പാലത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ വെട്ടാൻ RSS പ്രവർത്തകർ മാരകായുധങ്ങളുമായി വരുന്ന ദൃശ്യങ്ങൾ പീപ്പിൾ TV പുറത്തുവിട്ടു. മുഖംമൂടി ധരിച്ചാണ് RSSകാർ എത്തുന്നത്. പ്രവർത്തകരുടെ കയ്യിൽ വടിവാളും മറ്റു മാരകായുധങ്ങളും വ്യക്തമായി കാണാം. അന്ന് 3 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് വെട്ടേറ്റിരുന്നു. സംഭവസ്ഥലത്ത് കൊലവിളിയുമായി നിൽക്കുന്ന RSSകാരുടെ ദൃശ്യങ്ങളാണ് പീപ്പിൾ TV പുറത്തുവിട്ടത്. ഹർത്താലിന്റെ മറവിൽ സംസ്ഥാനത്തെമ്പാടും BJP RSS പ്രവർത്തകർ അഴിച്ചുവിട്ട അക്രമത്തിന്റെ നേർസാക്ഷ്യങ്ങളാണ് ഈ ദൃശ്യങ്ങൾ. പുറത്തെ 3 ഡിവൈഎഫ്ഐ പ്രവർത്തകരെ മാരകമായി ആക്രമിച്ചതിന് പിന്നാലെ പ്രദേശത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് വകവരുത്തുക എന്ന ഉദ്ദേശത്തോടെ അടുക്കുന്ന RSS പ്രവർത്തകരുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴുത്തിൽ കാവി ഷാൾ ചുറ്റി മുഖംമൂടി ധരിച്ച് വടിവാളുമായി എത്തിയ പ്രവർത്തകർ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അഭയം തേടിയ വീടിന്റെ വാതിൽ പൊളിക്കാൻ ശ്രമം നടത്തുന്ന ദൃശ്യങ്ങളാണിത്. പട്ടാമ്പി, കൊപ്പം, മരുതൂർ ഭാഗങ്ങളിൽ നിന്നുള്ള RSS പ്രവർത്തകരാണ് ഒറ്റപ്പാലത്ത് അക്രമം നടത്തിയെന്നാണ് സൂചന. അക്രമി സംഘത്തിലുണ്ടായിരുന്ന പലരെയും ഒറ്റപ്പാലത്ത് കണ്ട് പരിചയമില്ലാത്തവരാണെന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട്. പട്ടാമ്പി സ്വദേശിയായ പ്രമുഖ സംഘപരിവാർ വനിതാ നേതാവിന്റെ മകന്റെ നേതൃത്വത്തിലാണ് അക്രമങ്ങൾ നടത്തിയതെന്നാണ് സൂചന. ഒറ്റപ്പാലത്ത് ഡിവൈഎഫ്ഐ നടത്തിയ മാനവ മഹോത്സവത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ശ്രീനാരായണ ഗുരുവിന്റെയും അയ്യങ്കാളിയുടെയും വിവേകാനന്ദന്റെയും ബോർഡുകൾ സംഘപരിവാറുകാർ തല്ലിത്തകർത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹർത്താൽ ദിനത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരായ സുജിത്ത്, ശിവരാജ്, അനൂപ് എന്നിവരെ മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും കിരൺ എന്ന പ്രവർത്തകനെ ഇരുമ്പുവടി കൊണ്ട് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്ന ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. കണ്ണൂരിലെ പ്രശ്നങ്ങളിൽ സർവകക്ഷി യോഗം വിളിക്കാൻ തയ്യാറെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമാധാന ശ്രമങ്ങളുമായി സഹകരിക്കാതെ കണ്ണൂരിലാണ് ഏറ്റവുമധികം കൊലപാതകങ്ങൾ ഉണ്ടാകുന്നതെന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായ പ്രചാരണം BJP നടത്തുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. തുടർന്ന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കണ്ണൂരിലെ സമാധാനം തകർക്കാനായി സംസ്ഥാനാടിസ്ഥാനത്തിൽ ആസൂത്രിതമായ നീക്കം നടക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. ബോധപൂർവമായ BJP RSS ഇടപെടലാണ് ഇതിനു പിന്നിൽ. കണ്ണൂരിലെ സമാധാനാന്തരീക്ഷം പുനഃസ്ഥാപിക്കാനായി സമാധാന യോഗങ്ങൾ വിളിക്കാൻ സർക്കാർ തയ്യാറാണ്. എന്നാൽ ആദ്യം ജില്ലാടിസ്ഥാനത്തിലെ യോഗങ്ങളും തുടർന്ന് സംസ്ഥാനതല യോഗങ്ങളും നടക്കുമെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി. സർ, ഇവിടെ ആദ്യം വേണ്ടത് അവിടെയുള്ള ആളുകൾ കൂടി ഇരുന്നൊരു ചർച്ചയാണ്. ആ ചർച്ച ആദ്യം നടത്താം. രണ്ടാമത് ഈ പറയുന്ന ചർച്ചയും വേണമെങ്കിൽ നമുക്ക് നടത്താം. ഈ പ്രതിപക്ഷ നേതാവിൻ്റെ കൂടി ഡേറ്റ് എടുത്ത് കണ്ണൂരിൽ നടക്കുന്നതെല്ലാം രാഷ്ട്രീയ കൊലപാതകങ്ങളല്ലെന്നും കണ്ണൂരല്ല കൊലപാതകങ്ങളിൽ ഒന്നാമതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂരിലെ സമാധാന യോഗങ്ങളിൽ BJP RSS നേതൃത്വം സഹകരിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ആക്രമിക്കില്ല, കൊല്ലില്ല എന്ന തീരുമാനം ബന്ധപ്പെട്ടവർ എടുക്കണമെന്നും സ്ഥായിയായ സമാധാനമാണ് കണ്ണൂരിൽ ആവശ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗവർണർ ആഭ്യന്തര സെക്രട്ടറിയെയും DGPയെയും വിളിച്ചു വരുത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്ത് വഷളാകുന്ന ക്രമസമാധാന നിലയെ സംബന്ധിച്ചുള്ള ഉത്കണ്ഠയാണ് കേരള ഗവർണർ
ഇവരെ രണ്ടുപേരെയും വിളിച്ച് സംസാരിച്ചത്. RSSന്റെ രാഷ്ട്രീയ അജണ്ടകൾക്ക് CPM വഴങ്ങരുതെന്നും അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ KC ജോസഫ് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. നിയമസഭയിൽ നിന്നും ES ഷീജ. RSSന് തിരിച്ചടി നൽകേണ്ടത് ചരിത്ര ദൗത്യമല്ലെന്ന CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ നിലപാടിന് P. ജയരാജന്റെ മറുപടി. കാനത്തിന് നിഷേധിക്കാനാവാത്ത ചരിത്രം കണ്ണൂരിനുണ്ട്. ഭീതി ജനിപ്പിക്കുന്ന RSS ആക്രമണങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ല. അടിച്ചമർത്തലുകളെ അടിമ മനോഭാവത്തോടെ കാണുന്നവരല്ല കണ്ണൂരുകാരെന്നും ജയരാജൻ പറഞ്ഞു. അപ്പോൾ അക്രമത്തിനെതിരായിട്ട് പ്രതികരണം കേരളീയ സമൂഹത്തിൽ ഉണ്ടാകുന്നു. ആ പ്രതികരണങ്ങൾ പാടില്ല, എല്ലാം സഹിച്ചോളണം. അത് കേരളീയ സമൂഹത്തിന്റെ ഒരു വളർച്ചയുടെ ഭാഗമല്ല. അപ്പൊ അതുകൊണ്ട് രണ്ട് ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന്, പ്രതികരിക്കുന്ന സമൂഹമാണ് കേരളത്തിലെ സമൂഹം. ആ പ്രതികരണം ഇപ്പോൾ മാത്രമുള്ളതല്ല, പഴയ ചരിത്രം പരിശോധിച്ചാലും മനസ്സിലാക്കാൻ കഴിയുന്നതാണ് പ്രതികരണങ്ങൾ. അപ്പോൾ അക്രമങ്ങളെയും നിരോധനങ്ങളെയും അടിച്ചമർത്തലുകളെയും അടിമ മനോഭാവത്തോടുകൂടി കണക്കാക്കുന്ന ജനങ്ങളല്ല ഇവിടെയുള്ളത്. ബ്രിട്ടീഷ് വിരുദ്ധ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഘട്ടത്തിലടക്കം ജനങ്ങളുടെ ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് ഉണ്ടായിട്ടുള്ള മേഖലയാണ്. ആ ചെറുത്തുനിൽപ്പ് സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. RSSന്റെ ഈ ഭീതി ജനിപ്പിക്കുന്ന കൊലപാതകങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കാൻ CPMന് കിട്ടില്ല. ഞങ്ങളതിനെ ശക്തമായിട്ട് എതിർത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും. അല്ല, കാനത്തിന് നിഷേധിക്കാൻ പറ്റാത്ത ഒരു ചരിത്രം ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. വിജിലൻസ് ഡയറക്ടർ സ്ഥാനം ഒഴിയണമെന്ന ജേക്കബ് തോമസിന്റെ ആവശ്യം സർക്കാർ പരിഗണിച്ചേക്കില്ല. ജേക്കബ് തോമസ് ഒഴിയേണ്ടെന്നാണ് CPIM അവൈലബിൾ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത്. അതേസമയം സ്ഥാനം ഒഴിയണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി ജേക്കബ് തോമസ് മാധ്യമങ്ങളോട് പറഞ്ഞു. വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന ജേക്കബ് തോമസിന്റെ ആവശ്യം സർക്കാർ പരിഗണിച്ചേക്കില്ല. ജേക്കബ് തോമസിനെതിരായി കഴിഞ്ഞ ദിവസം ഉയർന്ന ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉന്നയിക്കപ്പെട്ടതാണ്. ജേക്കബ് തോമസിനെ മനഃപൂർവ്വം കുടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആരോപണങ്ങൾ ഉയർന്നതും മുൻ സർക്കാരിന്റെ കാലത്ത് അന്വേഷണം നടത്തിയതുമെന്ന നിലപാടാണ് സർക്കാരിനുള്ളതെന്നാണ് സൂചന. അതേസമയം CPM അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗവും തിരുവനന്തപുരത്ത് ചേർന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, സംസ്ഥാനത്തുണ്ടായിരുന്ന ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ജേക്കബ് തോമസ് തുടരണമെന്നതാണ് CPMന്റെ നിലപാടുമെന്നാണ് വിവരം. ഒഴിവാക്കണമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതായി ജേക്കബ് തോമസ് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞു. ഓരോ ദിവസവും ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയല്ലേ. ഓരോ ദിവസവും ഇന്നത്തെ സത്യമല്ല എന്നൊക്കെ ഞാൻ അതിന് മുമ്പും ഒക്കെ അവിടെ തന്നെ പറഞ്ഞതാണ്. ഒഴിവാക്കില്ലെന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചാൽ ഡയറക്ടർ സ്ഥാനത്ത് തുടരാൻ ജേക്കബ് തോമസ് തയ്യാറായേക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തു നിന്നും മാറേണ്ടതില്ലെന്ന് VS അച്യുതാനന്ദൻ. ജേക്കബ് തോമസ് സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണെന്നും VS പറഞ്ഞു. കൊല്ലത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു അനിശ്ചിതത്വത്തിൻ്റെയും കാര്യമില്ല. അദ്ദേഹം സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ സർവീസിൻ്റെ ഏറ്റവും അഭിമാനമാണ് അദ്ദേഹം. അദ്ദേഹത്തെ കുപ്രചരണം നടത്തി, അഴിമതി വീരന്മാരായിട്ടുള്ള ആളുകൾ കുപ്രചരണം നടത്തി അദ്ദേഹത്തെ മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ സമ്മതിക്കാത്ത സാഹചര്യം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ആ ശക്തികൾ. ഏത് ശക്തികൾ? ആ കറുത്ത ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വിലപ്പോകാൻ പോണില്ല, വിലപ്പോയി കൂടാ. തത്ത സ്വയം പിന്മാറുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തത്തയുടെ പിന്മാറ്റത്തിൽ ദുരൂഹതയുണ്ട്. മുഖ്യമന്ത്രിയുടെ സമ്മർദ്ദം കൊണ്ടാണോ തത്ത പിന്മാറുന്നതെന്ന് സംശയിക്കുന്നതായും ചെന്നിത്തല നിയമസഭയിൽ പറഞ്ഞു. കൺസ്യൂമർ ഫെഡിൽ മുൻ MD അടക്കം 12 ഉദ്യോഗസ്ഥർ അഴിമതി നടത്തിയെന്ന് സഹകരണ മന്ത്രി AC മൊയ്തീൻ. നിയമസഭയിലെ ചോദ്യോത്തരവേളയിലാണ് മന്ത്രി ഇടക്കാല റിപ്പോർട്ടിലെ പരാമർശങ്ങൾ അവതരിപ്പിച്ചത്. നഴ്സുമാരുടെ മിനിമം ശമ്പളം 20,000 ആക്കണമെന്ന ശുപാർശ നടപ്പാക്കുമെന്നും തൊഴിൽ മന്ത്രി TP രാമകൃഷ്ണൻ നിയമസഭയെ അറിയിച്ചു. മുൻ സഹകരണ മന്ത്രി CN ബാലകൃഷ്ണന്റെ കാലത്ത് നടന്ന കൺസ്യൂമർ ഫെഡ് അഴിമതിയിൽ അന്വേഷണം അന്തിമഘട്ടത്തിലാണെന്ന് സഹകരണ മന്ത്രി AC മൊയ്തീൻ നിയമസഭയെ അറിയിച്ചു. കൺസ്യൂമർ ഫെഡ് മുൻ MD റെജി G നായർ അടക്കം 12 ഉദ്യോഗസ്ഥർ അഴിമതി നടത്തിയതായി ഇടക്കാല റിപ്പോർട്ടിൽ പരാമർശമുണ്ടെന്നും അദ്ദേഹം സഭയെ രേഖാമൂലം അറിയിച്ചു. 50 കിടക്കകളിൽ കൂടുതലുള്ള ആശുപത്രികളിലെ നേഴ്സുമാരുടെ ശമ്പളം പ്രതിമാസം 20,000 രൂപയാക്കുന്നത് സംബന്ധിച്ച റിപ്പോർട്ട് സർക്കാരിൻ്റെ പരിഗണനയിലുണ്ടെന്ന് മന്ത്രി TP രാമകൃഷ്ണൻ അറിയിച്ചു. വിദ്യാഭ്യാസ വായ്പയുടെ പേരിൽ വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിക്കുന്ന ബാങ്ക് അധികാരികളെ നിയന്ത്രിക്കണമെന്ന് PC ജോർജ് MLA സഭയിൽ ആവശ്യപ്പെട്ടു. ആദിവാസി ഊരുകളിൽ പോഷകാഹാര ലഭ്യത കുറവില്ലെന്ന് പിന്നോക്കക്ഷേമ മന്ത്രി AK ബാലൻ സഭയെ അറിയിച്ചു. അട്ടപ്പാടിയിൽ ഈ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം 4 കുട്ടികൾ മരിച്ചതായി N ഷംസുദ്ദീൻ നിയമസഭയിൽ ആരോപിച്ചു. നേരത്തെ ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞ പ്രകാരം 4 മരണപ്പെട്ടിട്ടുണ്ട്. അത് പോഷകാഹാരത്തിൻ്റെ കുറവ് കൊണ്ട് മരണപ്പെട്ടതേ അല്ല. ഇപ്പം സാർ
560 പ്രസവം നടന്നു. അതിൽ ഇൻഫൻറ്റ് മരണം എന്ന് പറയുന്നത് 2 മറ്റേത് ഇൻഫൻ്റ് അല്ല. അപ്പോൾ ഏറ്റവും കേരളത്തിൻ്റെ ശരാശരിയേക്കാളും നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞു. അത് പഴയ ഗവൺമെൻറ്റിൻ്റെ പാക്കേജിൻ്റെ ഭാഗമായിട്ട് തന്നെ അല്ലാതെ ഞാൻ പറയുന്നില്ല. ഇത് ഈ ഗവൺമെൻറ് വന്ന് 3-ാമത്തെ മാസം കൊണ്ടെല്ലാം കഴിഞ്ഞെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഉറപ്പ് തരാം, സ്റ്റേറ്റ് ശരാശരിയേക്കാളും കുറഞ്ഞ മരണനിരക്കായിരിക്കും അട്ടപ്പാടി മേഖലയിൽ ഉണ്ടാകുക. FCI ഗോഡൌണുകളിലെ പുഴുവരിച്ച അരി അട്ടപ്പാടിയിൽ വിതരണം ചെയ്ത വാർത്ത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ വിജിലൻസ് അന്വേഷണത്തിന് വിട്ടതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഗോഡ്ഫാദർ പരാമർശത്തിൽ ES ബിജിമോൾ MLA CPI സംസ്ഥാന കൗൺസിലിൽ നിന്നും ഇടുക്കി ജില്ലാ കൗൺസിലിലേക്ക് തരം താഴ്ത്തി. താൻ മന്ത്രിയാകാത്തത് ഗോഡ്ഫാദർ ഇല്ലാത്തതിനാലാണെന്ന് ബിജിമോൾ ഒരു വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. തുടർന്ന് വിവാദമായ പരാമർശത്തിനെതിരെ പാർട്ടി രംഗത്തെത്തുകയും സംസ്ഥാന എക്സിക്യൂട്ടീവ് നൽകിയ ശുപാർശ സംസ്ഥാന കൗൺസിൽ അംഗീകരിക്കുകയുമായിരുന്നു. തന്റെ വാക്കുകൾ വളച്ചൊടിച്ചാണ് അഭിമുഖം പ്രസിദ്ധീകരിച്ചതെന്നും വിവാദത്തിന്റെ പേരിൽ പാർട്ടിയോട് മാപ്പപേക്ഷിക്കുന്നതായും ബിജിമോൾ പിന്നീട് പറഞ്ഞിരുന്നു. എന്നാൽ ബിജിമോൾക്കെതിരെ നടപടിയെടുക്കാൻ പാർട്ടി തീരുമാനിക്കുകയായിരുന്നു. നടൻ ശ്രീനിവാസന് ഇന്നസെന്റിന്റെ മറുപടി. അവയവം മാറ്റിവച്ചവരാരും ജീവിച്ചിരിപ്പില്ലെന്ന പ്രസ്താവന അറിവില്ലായ്മ കൊണ്ടാണെന്ന് ഇന്നസെന്റ് MP പറഞ്ഞു. അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവരുടെ സംഗമം കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഇന്നസെന്റ്. ഈ അടുത്ത കാലത്ത് പത്രവാർത്ത വന്നിട്ടുണ്ടായി, ഇതൊന്നും മാറ്റിവെച്ചവരാരും ഇവിടെ ജീവിച്ചിരിപ്പില്ല. അതിനുശേഷം അവരത് തിരുത്തി പറഞ്ഞു. ഞാനത് കണ്ടില്ല. അതിനുശേഷം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇപ്പം ഞാൻ അതിനെ മാപ്പ് ചോദിക്കുന്നു. എൻ്റെ സുഹൃത്താണ് പറഞ്ഞത്, അല്ലേ? അപ്പോൾ അതൊക്കെ അവരുടെ അറിവില്ലായ്മയാണ്. പ്രാർത്ഥനകൾക്കും മരുന്നിനും ഉപരിയായി അസുഖത്തെ നേരിടാൻ നല്ലൊരു മനസ്സാണ് ഉണ്ടാകേണ്ടതെന്ന് ഇന്നസെന്റ് പറഞ്ഞു. അസുഖബാധിതനായിരുന്ന സമയത്ത് തനിക്കുണ്ടായ വിവിധ അനുഭവങ്ങൾ നർമ്മത്തിന്റെ മേമ്പടി കലർത്തി വിവരിച്ചപ്പോൾ സദസ്സിൽ ചിരി പടർന്നു. പള്ളിയിലൊക്കെ പോയിട്ട് കുർബാനയൊക്കെ കഴിഞ്ഞ് അവിടെ നല്ല പ്രസംഗം കേട്ട് വരുമ്പോൾ ശോശനും ചെടുത്തിയും കൊച്ചുറോതമിയും മറിയും ചേർത്തിയും തമ്മിൽ പറയുകയാണ്, എടി ഇവിടെ ഇന്നസെൻ്റ് ആ ചാരിയാസരയെ കിടക്കുന്നുണ്ട്, ഇനി അധികം നാൾ ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്, നമുക്കൊന്ന് പോയിട്ട് അയാളെ കാണാം. ഇവര് ഗേറ്റ് കടന്നു വരുമ്പോൾ തന്നെ എൻ്റെ ആത്മാവ് ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. കാരണം ഇവർ വന്ന് നോക്കുന്നത് തന്നെ ഇങ്ങനെ ഒരു നിൽപ്പ. അതോടുകൂടി കഴിഞ്ഞു. നടൻ സ്ഫടികം ജോർജ് ഉൾപ്പെടെ അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവരും അവയവം ദാനം ചെയ്തവരുമായ നിരവധി പേർ സംഗമത്തിനെത്തിയിരുന്നു. അവയവമാറ്റ ശസ്ത്രക്രിയയേക്കാൾ ചിലവ് അതിനുശേഷമുള്ള ചികിത്സയ്ക്കാണെന്ന് പലരും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞു. അവയവം ദാനം ചെയ്തവരും സ്വീകരിച്ചവരും ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടറുമെല്ലാം നാളുകൾക്ക് ശേഷം പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ പലരുടെയും മനസ്സും കണ്ണും നിറഞ്ഞിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേരള സർവകലാശാലയുടെ അനാസ്ഥ കാരണം ദളിത് ഗവേഷക വിദ്യാർത്ഥിയുടെയും പഠനം അനിശ്ചിതത്വത്തിൽ. ഗവേഷണ വിഷയത്തിന് സർവകലാശാല എത്തിക്സ് കമ്മിറ്റിയുടെ അംഗീകാരം വൈകുന്നതാണ് കാരണം. വയനാട് പുൽപ്പള്ളി പാടിച്ചിറ സ്വദേശിയായ ശരത് ബാബു ഇപ്പോൾ കൂലിപ്പണി എടുക്കുകയാണ്. ഇത്തരത്തിൽ എത്തിക്സ് കമ്മിറ്റിയുടെ തീരുമാനം വൈകുന്നതിനാൽ പഠനം പ്രതിസന്ധിയിലായ 22 വിദ്യാർത്ഥികളിൽ ഒരാളാണ് ശരത്. ഗവേഷണ വിദ്യാർത്ഥിയായ ശരത് ബാബുവിനെ തേടി ചെല്ലുമ്പോൾ വീട്ടിലില്ല, പണിക്ക് പോയിരിക്കുകയാണ്. കുർവ ദ്വീപിന് സമീപത്തെ ഒരു വീടുപണിയിലാണിപ്പോൾ. 2015 ജനുവരിയിലാണ് സൈക്കോളജിയിൽ MSc-യും MPhil-ഉം നേടിയ ഈ വിദ്യാർത്ഥി PhD-ക്ക് ചേരുന്നത്. ഹോമോസെക്ഷുവാലിറ്റി ആയിരുന്നു പഠന വിഷയം. സർവകലാശാല എത്തിക്സ് കമ്മിറ്റിയുടെ അംഗീകാരം ആവശ്യമുള്ള വിഷയം. ശരത്ത് സർവകലാശാലയിലെത്തി 1.5 വർഷം കഴിഞ്ഞാണ് എത്തിക്സ് കമ്മിറ്റി രൂപീകരിച്ചത് തന്നെ. 4 തവണ സിറ്റിംഗ് നടത്തി 2 വർഷങ്ങൾ കഴിഞ്ഞു. ഗവേഷണ വിഷയത്തിന് അംഗീകാരം നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. സൈക്കോളജി, സുവോളജി വിഭാഗങ്ങളിൽ മറ്റ് 21 വിദ്യാർത്ഥികളുടെയും അവസ്ഥ ശരത്തിൻ്റേതു തന്നെ. അതിനുശേഷം മാത്രമേ ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ ഓർഡർ കിട്ടത്തുള്ളൂ, പിന്നെ ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. എത്തിക് കമ്മിറ്റി ക്ലിയറൻസ് കിട്ടാതെ ഞങ്ങൾക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോലും പറ്റത്തില്ല. അപ്പോൾ 2 വർഷത്തോളമായി ഫെലോഷിപ്പും കിട്ടാതിരിക്കുന്നത് മൂലമാണ് മറ്റ് ജോലികൾ, ഇതുപോലെയുള്ള കൂലിപ്പണിക്കും മറ്റ് ജോലികൾക്ക് പോകേണ്ട അവസ്ഥ വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ VC-യെ കാണാൻ പോയിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹം വളരെ മോശമായിട്ടാണ് വനിതാ ഗവേഷകരടക്കമുള്ളവരോട് പെരുമാറിയത്. അംഗീകാരം കിട്ടി പഠനം പൂർത്തീകരിക്കാൻ അധിക സമയമെടുക്കേണ്ടി വന്നാൽ സർവകലാശാല ഇതിന് ചുമത്തുന്ന ഫീസ് വൻതോതിലാണ് വർദ്ധിപ്പിച്ചത്. വലിയ സാമ്പത്തിക ചെലവ് താങ്ങാനാവാത്ത ശരത്തിനെ പോലുള്ള വിദ്യാർത്ഥികളുടെ ഭാവിയെ തന്നെയാണ് ഇത് ബാധിക്കുക. എത്തിക്സ് കമ്മിറ്റിയുടെ അംഗീകാരം വൈകുന്നത് ശരത്തിനെ പോലുള്ളവരുടെ സ്വപ്നങ്ങളെ ചവിട്ടിത്താഴ്ത്തുകയാണ്. പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് ജീവിത സാഹചര്യങ്ങളോട് പൊരുതി പഠിച്ചുയർന്ന വിദ്യാർത്ഥികളോടാണ് സർവകലാശാലയുടെ ക്രൂരത. അനൂപ് കയാർ, വയനാട്. അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥികളുടെ അവസാന പരസ്യ സംവാദം ഇന്ന്. പ്രചരണ മേൽക്കൈ നേടാൻ ട്രംപും ഹിലാരിയും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സംവാദം ഇന്ത്യൻ സമയം പുലർച്ചെ 6:30 മുതലാണ്. ജോസ് നൽകും വിവരങ്ങൾ അമേരിക്കയിൽ നിന്നും. ജോസ് കടാപ്പുറം, വിശദാംശങ്ങൾ എന്താണ്?
മൂന്നാമത് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഡിബേറ്റ് നടക്കുകയാണ്. വിവാദങ്ങൾക്കിടയിലെ ഈ മൂന്നാമത് ഡിബേറ്റും അവസാനത്തതുമായ പ്രസിഡൻഷ്യൽ ഡിബേറ്റ് ഇന്ന് രാത്രി ന്യൂയോർക്ക് സമയം 9 മണിക്ക്, ഇന്ത്യൻ സമയം രാവിലെ 6:30 നടക്കുകയാണ്. ഈ ലാസ് വെഗാസിലെ യൂണിവേഴ്സിറ്റി ഓഫ് നെവാഡയിലാണ് ഈ ഡിബേറ്റ്, മൂന്നാമത് ഡിബേറ്റ് 90 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഈ ഡിബേറ്റ് നടക്കുന്നത്. ഈ ഡിബേറ്റിന്റെ മോഡറേറ്ററായി ഫോക്സ് ന്യൂസിലെ ക്രിസ് വാലസ് ആണ് മോഡറേറ്ററായി ഈ മൂന്നാമത്തെ ഡിബേറ്റിൽ വരുന്നത്. കഴിഞ്ഞ 2 ഡിബേറ്റുകളും വളരെ അത്യധികം ആവേശകരമായ ഡിബേറ്റ് ആയിരുന്നെങ്കിലും അല്പം മുൻതൂക്കം ഹിലരി ക്ലിന്റന് ഡൊണാൾഡ് ട്രംപിനേക്കാൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മൂന്നാമത്തെ ഡിബേറ്റ് വളരെ നിർണായകമായിരിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കണം ഇത്രയധികം ചൂടേറിയ പശ്ചാത്തലത്തിൽ ഒരു സംവാദം നടക്കുന്നത്. ഡൊണാൾഡ് ട്രംപിനെതിരെ ലൈംഗിക ആരോപണവുമായി 1/2 ഡസൻ സ്ത്രീകൾ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങൾ വളരെ ശക്തമായി മൂർച്ചേറിയ ആയുധങ്ങളാക്കി മാറ്റുവാൻ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ഹിലരി ക്ലിന്റന് വലിയ ഉത്സാഹം കാണിച്ചില്ല. ഏതായാലും ഈ ഡിബേറ്റ് നടക്കുന്ന ലാസ് വെഗാസിലെ യൂണിവേഴ്സിറ്റി ഓഫ് നെവാഡയില് സെലക്ട് ചെയ്യപ്പെട്ട ഓഡിയൻസിന് പുറമെ ഹിലരി ക്ലിന്റന്റെയും തീർച്ചയായിട്ടും ജോസ് കാടാപുറമാണ് അമേരിക്കയിൽ നിന്നും ഈ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.